ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബീഫും എല്ലും കൂടി കറിയാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലും ബീഫിനായി നമുക്ക് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നമ്മൾ. നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കാം. കറിക്കായി നമുക്ക് 100 ഗ്രാം ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു ചെറിയത് മീഡിയം സൈസ്, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇത് നമുക്ക് മസാല ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഈ ബീഫിനെ ഒരു 4-5 വിസിൽ വേവിച്ചെടുക്കണം കുക്കറിൽ. ബീഫ് വേവിക്കാൻ ആവശ്യമായ മസാല നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തായി 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ചൊരു നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും. അവസാനമായി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബീഫ് വേവിക്കാൻ ആവശ്യമായി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതിനെ കൈനെ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒരു 3 വിസിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ഓഫായതിനു ശേഷം ഒരു 2 വിസിൽ, അങ്ങനെ മൊത്തം 5 വിസിൽ അടിക്കണം. കാരണം എല്ലും ബീഫാണ് നന്നായിട്ട് വേവണം, എന്നാലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമായിരുന്നു, പിന്നെ കറിവേപ്പില. നമുക്കിനി മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ബീഫെല്ലാം സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാല തയ്യാറാക്കാം. അപ്പോൾ കറി വെക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. അത് ചെറിയ ഉള്ളി. നമുക്കിതിലേക്ക് സവാളയും കറിവേപ്പിലയും ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനടച്ച് വെച്ച് വേവിക്കാം. ചെറിയുള്ളിയുടെ ടേസ്റ്റ് അടിപൊളിയാണ്. സവാളേനെക്കാട്ടും നല്ല ചെറിയുള്ളിയാണ് ബീഫിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നന്നായിട്ട് യോജിപ്പിക്കുക. ഒരു പച്ചമണം മാറുന്ന വരെ ആക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ടേബിൾ സ്പൂണല്ല ടീസ്പൂണാണ്. നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം. അടുത്ത നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, ഓൾറെഡി 1 ടീസ്പൂൺ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് മുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കരിയാണ്ട് നമുക്ക് നോക്കണം. ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ച ബീഫിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആ ബീഫിനെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ മസാല എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക. കാരണം ആ ബീഫിൽ വെള്ളമില്ലതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഗ്രേവി വേണ്ടവർക്ക് ആണെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് ഒഴിക്കാം. ഇതിന് അത്യാവശ്യം വെള്ളമുണ്ട്, പക്ഷേ ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം കറി ആയതുകൊണ്ട് ഇച്ചിരി ഗ്രേവി വേണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. 1 ഗ്ലാസ് ചൂടുവെള്ളം. നമുക്ക് കറിക്ക് ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതെല്ലാം സെറ്റാവും. ഈ വെള്ളമൊക്കെ വറ്റി വരും. ഗ്രേവി നമുക്ക് റെഡിയാവും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീഫെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ കുരുമുളക് പൊടി.
ഫ്രഷ് കുരുമുളക് പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാണ് നമുക്കിതിലേക്ക്. അപ്പോൾ കുരുമുളക് ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിം കൂടി ഉപയോഗിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ കറി സെറ്റാവും. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി താളിച്ച് വയ്ക്കാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിനായി ഒരു പാനിൽ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റാം. കുറച്ച് 2 തള വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഉള്ളിയും സവാളയും. അപ്പോൾ ഉള്ളി വെളുത്തുള്ളി നമുക്ക് വഴറ്റുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീഫ് സെറ്റാവും. നമുക്ക് കഴിക്കാം. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വറുത്തതല്ല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനെ കഴിക്കാം. അപ്പോൾ നമ്മൾ ബീഫ് സെറ്റായിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ പോവാം. കപ്പയും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുന്നത്.